എന്താന്ന് പറയട്ടെ, ഞാൻ പറയാം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് 10-ാം ഉദയമാണ്. കൃഷി ചെയ്യുന്ന എല്ലാ കർഷകർക്കും ഇന്ന് നമ്മൾ എന്ത് പച്ചക്കറി എന്ത് ഇട്ടാലും കിഴങ്ങ് എന്ത് ഇട്ടാലും അത് നമുക്ക് നന്നായിട്ട് അത് നന്നായിട്ട് അത് വളർന്നു വരും. നമുക്ക് കൃഷിയോട് ഒത്തിരി സ്നേഹമാണ്. അതുകൊണ്ട് നമ്മളും ചെടി നടും. അത് നന്നായിട്ടും നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് നടാൻ കുറച്ച് ഗ്രോ ബാഗ് നമ്മൾ കിഴങ്ങ് നിറച്ചിരിക്കുന്നുണ്ട്. നമുക്ക് സെറ്റ് ഇഞ്ചി മഞ്ഞൾ, അതായത് നമുക്ക് 2 സെറ്റ് കിട്ടി അമ്മയ്ക്ക്. എവിടുന്നാ കിട്ടിയത്? കൃഷിഭവനിന്ന്. അത് നമ്മൾ നടാൻ പോവാ. ഗ്രോ ബാഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ഇതൊക്കെ എടുത്ത് വിൽക്കാം. കുറച്ച് ഗ്രോ ബാഗൊക്കെ നേരത്തെ കുറച്ച് റെഡിയാക്കി വെച്ച് കുറച്ച് നാളായി. ഇനി അടുത്ത് ബാക്കിയും കൂടെ കുറച്ച് കരിയിലൊക്കെ വാരി വയ്ക്കും. നമ്മൾ കരിയിലൊക്കെ ഇങ്ങനെ എടുത്തിട്ട് കൊടുത്താൽ അവർ ഗ്രോ ബാഗിലൊക്കെ വാരി വെച്ചോളും. അതൊന്നും അറിയില്ല. വാരി വെച്ചിട്ട് നമുക്ക് കുറേ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്നതിന് കൂടെ നടണം കേട്ടോ. നമുക്ക് കുറേ ഇരിക്കുകയാണ് ഇഞ്ചി മഞ്ഞളും ഒക്കെ നടാൻ. നമുക്കെല്ലാം കൂടെ സമയം കിട്ടുന്നില്ല നടാൻ. പന്നിച്ചേട്ടന്മാർ ഒന്ന് എടുക്കുമെന്നോ ഗ്രോ ബാഗൊക്കെ നോക്കാം. നേരെ നിറക്കി. ഇത് നമ്മുടെ കോഴിക്കാഷ്ടം, കുറച്ച് ചാണകം, നമ്മുടെ വേപ്പം പുണ്ണാക്ക്, കോഴിക്കാഷ്ടം. ഇപ്പം നമുക്ക് കോഴിയുള്ളത് കാരണം കോഴിക്കാഷ്ടം ഉണ്ട്. അപ്പം അത് കുറച്ച് വേപ്പം പുണ്ണാക്ക്, ചാണകം കുറച്ചേ ഉള്ളൂ, കുറച്ച് മേടിച്ചതേ ഉള്ളൂ. അപ്പം നമ്മൾ എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടേക്കാ. ഇതാണ് നമ്മുടെ കുറേശ്ശായിട്ട് വാരി വെച്ച് ഗ്രോ ബാഗിലൊക്കെ നിറച്ചത്. ഇത് കുറേ നാളായിട്ട് ഞാൻ കോഴിക്കാഷ്ടം ഇട്ട് വെള്ളമൊക്കെ നനച്ച് ഇട്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഭയങ്കര ചൂടല്ലായിരുന്നു. അത് വലിയ 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 അമ്മാട്ടിയാ. ഇനിയിപ്പോ നമുക്ക് ഇത് നട്ടിട്ട് ബാക്കി വാരി വെക്കാം. എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഒരു ഫോളോ എങ്കിലും ചെയ്തിട്ട് പോയാൽ മതി. എന്തെങ്കിലും ചെയ്തിട്ട് പോണേ, എന്തെങ്കിലും ചെയ്യണേ. ഇവിടെ വാഴപ്പഴം കുട്ടൻ വരെ പറഞ്ഞിട്ടുണ്ട്. മഞ്ഞളും കച്ചവടമാണോ നടാൻ പോവാ. അപ്പൊ നമ്മള് അപ്പുറത്തോട്ടൊക്കെ നോക്കി നിക്കാം. കുറച്ച് മഞ്ഞൾ വെക്ക്. ഇത്രയും വലുതെടുക്കാമോ? കൈ കൊണ്ട് കുഴി എടുത്തിട്ട് വേണം വെക്കാം. ഒരു കൈ കൊണ്ട് മറ്റേ കൈ കൊണ്ട് കുഴി എടുക്ക്. കുഴി എടുത്തിട്ട് ഒരു ഗ്രോ ബാഗിൽ 2 വീതം വെക്കും കേട്ടാ. നമ്മള് നേരത്തെ വളമൊക്കെ ഇട്ട് വെച്ചിരുന്നതാണ്. അപ്പം നമ്മുടെ അതിൽ കുറച്ച് മഞ്ഞൾ, ഇത് കുറച്ച് പ്രതിഭ മഞ്ഞളാണ്. അല്ലാതെ വേറെ ഇഷ്ടംപോലെ ഉണ്ട്. കുറച്ചുകൂടെ താഴെ നടാമെന്ന് വിചാരിക്കുന്നു. പന്നി വന്ന് ഇളക്കി മറിക്കുമെന്ന് പേടിയുണ്ട്. മഞ്ഞളിനെ കുറച്ച് താഴെ നടാമെന്നൊക്കെ വിചാരിക്കുക. താഴ്ത്തി വെക്കും മോളെ. നമ്മുടെ കുറേശ്ശായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഗ്രോ ബാഗിൽ എത്ര എണ്ണം വീതം വെച്ചു മക്കളെ? 2 എണ്ണം വീതം അല്ലേ? മഞ്ഞൾ 3 എണ്ണം വീതം വെച്ചാ വെച്ച്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കരിയില വാരി അതിൻ്റെ പുറത്ത് പൊത വെച്ച് കൊടുക്കണം. കുറെ കൂടുതൽ വാരി വയ്ക്കും. ഇല്ല നിറച്ച്, അത് കാണാതെ നിറച്ച് വാരി വയ്ക്കും പൊന്നു. കരിയില വാരി അതിൻ്റെ പുറത്ത് വെച്ച് കൊടുത്തേ, പൊത വെച്ച് കൊടുത്തേ. പതുക്കെ കൊണ്ടുവയ്ക്കണേ. അവിടെ കൊണ്ടുവയ്ക്കും. നമ്മുടെ ഇപ്പം കുറച്ച് ഇഞ്ചിയും വെച്ച് അടുത്ത് കുറേശ്ശായിട്ട് മഞ്ഞളും വെച്ചുകൊണ്ട് ഇരിക്കുക. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തിനകത്തൊരു
50 ആക്കി വയ്ക്കണം, റെഡിയാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കുമെന്നറിയില്ല, നോക്കട്ടെ. അപ്പോൾ കുറേ ഇരിപ്പുണ്ട്. ഇത് ആദ്യം നമ്മുടെ പ്രദീപ മഞ്ഞളാണ് ആദ്യം വെച്ചത്. മറ്റേ നമ്മുടെ സാധാരണ നാടൻ മഞ്ഞൾ ഇരിക്കുക, അത് കുറച്ച് തറയിൽ വയ്ക്കാനൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ കൃഷി ചെയ്യാൻ ഉള്ള ഒരു ദിവസമാകട്ടെ ഇന്നത്തെ ദിവസം. ഇത് കൂടാതെ പച്ചക്കറി തൈകളുണ്ടോ, ഇതിവിടെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. ഇതുമെല്ലാം ഇന്ന് നടാനുള്ളതാണ്. ഉണ്ടോ, വെണ്ടയുണ്ട്, ഇനിയുണ്ട്, ഇനി ഇവിടെയൊക്കെ ഇരിക്കുക. ഗ്രോ ബാഗൊക്കെ കുറേയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിവിടെയുണ്ട് കുറച്ച്. ഇതെല്ലാം കൂടെ പറ്റുന്നത് ഇതൊക്കെ ഇന്ന് എല്ലാം റെഡിയാക്കി എടുക്കട്ടെ.